സോറിയാസിസ് എക്സിമ എന്ന് പറയുന്നത് ഇന്ന് ഒരു 70% ആളുകളിലും കണ്ടുവരുന്നത് പാരമ്പര്യ രോഗമായിട്ടും അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗവുമായിട്ടാണ് കണ്ടുവരുന്നത്. സോറിയാസിസ് എന്ന് പറയുന്നത് ശരീരമാസകലം പൊട്ടിയൊലിക്കുന്നൊരവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നതെങ്കിൽ, എക്സിമ എന്ന് പറയുന്നത് സ്കിൻ അവിടെ ഡാർക്കായി കട്ടിയായി പൊന്തി നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് എക്സിമ എന്ന് പറയുന്നത്. സോറിയാസിസും എക്സിമയും പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനോ നിയന്ത്രിച്ച് നിർത്തുവാനോ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോറിയാസിസ് ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യമാണ് ഒരു പ്രധാന കാരണമാണെങ്കിലും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് സോറിയാസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആയുർവേദ വിധിപ്രകാരം വിരുദ്ധാഹാരം കഴിക്കുന്നത് സോറിയാസിസിന് കാരണമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ വെജ് ഒരേ തരത്തിലുള്ള നോൺ വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇറച്ചി കഴിക്കുന്ന ആളുകൾ ഇറച്ചി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിനോടൊപ്പം മീൻ ചേർത്ത് കഴിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പാലും പഴവും വിരുദ്ധാഹാരമാണ്. ഇറച്ചിയും മീനും വിരുദ്ധാഹാരമാണ്. അതോടൊപ്പം തന്നെ തൈരും ഇറച്ചിയും ഒക്കെ വിരുദ്ധാഹാരമാണ്. മുട്ടയും മീനും വിരുദ്ധാഹാരമാണ്. മുട്ടയും തൈരും വിരുദ്ധാഹാരമാണ്. അങ്ങനെ വിരുദ്ധാഹാരങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ആളുകളിലും സോറിയാസിസ് കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സിമയും കണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക.